ബഹുമാന്യരെ, സഹോദരി സഹോദരന്മാരെ, ഞാൻ CK ഹരീന്ദ്രൻ, പാറശാല MLA. കേരളത്തിൻ്റെ സാമൂഹ്യ രംഗത്ത് വളർന്നുവരുന്ന വികസന പ്രവർത്തനങ്ങളിൽ കിബി എന്ന അടിസ്ഥാന വികസന രംഗത്ത് പണം നിക്ഷേപിക്കുന്ന ധനകാര്യ സ്ഥാപനത്തിൻ്റെ സേവനം അഭിമാനകരമാണ്. ഇന്നു കാണുന്ന അടിസ്ഥാന വികസന രംഗത്തെ മാറ്റത്തിൽ ഏകദേശം 1 ലക്ഷം കോടി രൂപയാണ് കിബി വഴി കേരളത്തിൽ നിക്ഷേപിക്കപ്പെട്ടത് എന്നത് കേരളത്തിൻ്റെ നാളിതുവരെയുള്ള ചരിത്രത്തിൽ ഒരു വ്യത്യസ്തത പുലർത്തുന്നതാണ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ബഡ്ജറ്റിന് പുറത്ത് ധനസ്വരൂപണം നടത്തി വിഭവം സമാഹരിച്ച് പൊതു റോഡുകൾ, ആരോഗ്യമേഖല, വിദ്യാഭ്യാസ മേഖല തുടങ്ങി ഭാവിയിൽ കരുതലായി മാറേണ്ട മേഖലകളിലാകെ സമഗ്രമായ മാറ്റത്തിന് അടിത്തറയിടാൻ കിബിക്ക് കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത്. അതിൻ്റെ ഭാഗമായി പാറശാല മണ്ഡലത്തിലും വിവിധ മേഖലകളിൽ കിബി പണം നിക്ഷേപിച്ചിട്ടുള്ളതായി എനിക്കറിയാം. കേരളത്തിൻ്റെ മലയോര മേഖലയിലെ ഹൈവേ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് പാറശാല മുതൽ കള്ളിക്കാട് വരെയും പരുത്തിപ്പള്ളി വരെയും ഏകദേശം 32 കിലോമീറ്റർ ദൂരത്തിൽ 2 വരി പാത മനോഹരമായി നിർമ്മിച്ച് BMBC എന്ന ടെക്നോളജി ഉപയോഗിച്ച് നിർമ്മിച്ച് നാടിനായി ഏറെക്കുറെ സമർപ്പിക്കുന്ന അവസ്ഥയിലെത്തി. മൂന്ന് സ്ട്രെച്ചുകളിലായി നിർമ്മാണം ആരംഭിക്കുകയും ഏറെക്കുറെ പൂർത്തീകരിക്കുകയും ചെയ്യുന്ന മലയോര ഹൈവേ കേരളത്തിൻ്റെ മലയോര മേഖലയിലുള്ള പശ്ചാത്തല മേഖലയിൽ, അടിസ്ഥാന മേഖലയിൽ വലിയ മാറ്റമാണ് ഇന്ന് വരുത്തിയിരിക്കുന്നത്. പ്രത്യേകിച്ച് പാറശാല മണ്ഡലം 2 സംസ്ഥാനങ്ങളുടെ അതിർത്തിയിൽ നിലകൊള്ളുന്ന മണ്ഡലമാണ്. ഏകദേശം 10-20 കിലോമീറ്റർ ദൂരം തമിഴ്നാടുമായി അതിർത്തി പങ്കിടുന്ന മണ്ഡലം കൂടിയാണ്. ഈ 2 സംസ്ഥാനങ്ങളുടെയും വളർച്ചയിൽ, സാമൂഹ്യ വളർച്ചയിൽ, ചരക്കു നീക്കങ്ങളിൽ, വാണിജ്യ വ്യാപാര ബന്ധങ്ങൾ സൗഹൃദമാക്കുകയും ദൃഢീകരിക്കുകയും ചെയ്യുന്നതിൽ ഈ മലയോര പാതയ്ക്ക് നിർണായകമായ സ്വാധീനം ചെലുത്താൻ കഴിയും എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഒരു വലിയ മാറ്റമാണ് ഈ റോഡ് നിർമ്മാണത്തോടുകൂടി വന്നു കഴിഞ്ഞിരിക്കുന്നത്. റോഡുകളുടെ രംഗത്തു മാത്രമല്ല കിബി പണം നിക്ഷേപിച്ചത്. വളരെ പഴക്കമുള്ള ആഗ്രഹമാണ് അമ്പൂരി പഞ്ചായത്തിലെ കുമ്പിച്ചക്കടവ് പാല നിർമ്മാണം. 11 ഊരുകളിലായി ഏകദേശം 3000-ഓളം ആളുകൾ, ആദിവാസികൾ താമസിക്കുന്ന പ്രദേശത്തെ കരിപ്പയാറുമായി ബന്ധപ്പെടുത്തി ഒരു 7 സ്പാനിൽ ഒരു പാലം നിർമ്മിച്ച് 27 കോടി രൂപയുടെ പാലം നിർമ്മിച്ച് ആദിവാസികളെ നഗരമേഖലയുമായി ബന്ധിപ്പിക്കുന്നതിന് വേണ്ടി
നടത്തിയ പ്രവർത്തനം പൂർത്തീകരിക്കുകയാണ്. വരുന്ന ഫെബ്രുവരിയോടുകൂടി ആ പാലം നാടിനായി തുറന്നു കൊടുക്കാനാവും. ആദിവാസികളുടെ ചിരകാല അഭിലാഷമാണ് ഇതുവഴി നിറവേറ്റപ്പെടുന്നത്. മലയോര ഹൈവേയുടെ തീരത്തുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മാർക്കറ്റാണ് പനച്ചമൂട് മാർക്കറ്റ്. തമിഴ്നാട്ടിലെയും കേരളത്തിലെയും മലയോര ഉൽപ്പന്നങ്ങൾ പ്രാചീന കാലം മുതൽ തന്നെ വിറ്റഴിക്കുന്ന ഒരു പ്രദേശത്തെ മാർക്കറ്റായിരുന്നു പനച്ചമൂട്. തകർന്നു പോയിക്കൊണ്ടിരുന്ന മാർക്കറ്റിനെ ആധുനിക നിലവാരത്തിൽ നിർമ്മിച്ച് പ്രത്യേകം പച്ചക്കറി സ്റ്റാളുകൾ, മീറ്റ് മാർക്കറ്റ് തുടങ്ങി പല ചരക്കുകളും വിറ്റഴിക്കാൻ പറ്റിയ ഒരു വിപണി എന്ന നിലയിൽ ആധുനിക സൗകര്യത്തോടു കൂടി ഒരുക്കുകയാണ്. മലയോര ഹൈവേയുടെയും കരമന കളിയിക്കവള NHൻ്റെയും ബൈപ്പാസിൻ്റെയും തീരത്ത്, കഴക്കൂട്ടം ബൈപ്പാസിൻ്റെയും തീരത്ത് എന്ന താലൂക്ക് ഹെഡ്ക്വാർട്ടർ ആശുപത്രി പാറശാലയിൽ 153 കോടി രൂപയുടെ മാസ്റ്റർ പ്ലാനിൻ്റെ അടിസ്ഥാനത്തിൽ ഒന്നാം ഘട്ടം ഈ ജനുവരിയോടുകൂടി പൂർത്തീകരിക്കുകയാണ്. 18 സ്പെഷ്യാലിറ്റികൾ 20 സ്പെഷ്യാലിറ്റികളോടുകൂടി ആരംഭിക്കാൻ കഴിയുന്ന താലൂക്ക് ഹെഡ്ക്വാർട്ടർ ആശുപത്രി സമാനകളില്ലാത്ത വികസനമാണ് ആ പ്രദേശത്ത് വന്നുകൊണ്ടിരിക്കുന്നത്. അത് പൂർത്തീകരണ ഘട്ടത്തിലാണ്. അതിനും കിബിയാണ് പണം ചെലവഴിച്ചിട്ടുള്ളത്. മറ്റിതര സ്കൂളുകൾ വിദ്യാഭ്യാസ മേഖലയിൽ മാരായമുട്ടം ഹയർ സെക്കൻഡറി സ്കൂളിനെ ഇൻ്റർനാഷണൽ സ്കൂളായി ഉയർത്താൻ കഴിഞ്ഞു. വിവിധ സ്കൂളുകൾക്ക് ആവശ്യമായിട്ടുള്ള കെട്ടിടങ്ങൾ 2 കോടി 3 കോടി എന്നീ ക്രമത്തിൽ വിവിധ സ്കൂളുകളെ ആധുനിക തലത്തിലേക്ക് ഉയർത്താൻ കിബി ഫണ്ട് വിനിയോഗിക്കപ്പെട്ടിട്ടുണ്ട്. ഈ നിലയിൽ പാറശാല മണ്ഡലത്തിൻ്റെ സമഗ്രമായ മാറ്റത്തിന് വലിയ തോതിലുള്ള ഫണ്ടാണ് കിബി ചെലവഴിച്ചിട്ടുള്ളത്. അമരവിള ഒറ്റശേഖരമംഗലം റോഡ്, കീഴാറൂർ പാലം, മൂന്നാറ്റുമുക്ക് പാലം, കുടുവീട്ടുകടവ് പാലം, നെയ്യാർ ഡാം പാലം, കുമ്പിച്ചക്കടവ് പാലം
ഇങ്ങനെ തുടങ്ങി 5-6 പാലം കിഫ്ബി ഫണ്ട് ഉപയോഗിച്ച് നമുക്ക് ചെയ്ത് പൂർത്തീകരിക്കാൻ കഴിഞ്ഞു. ഇതിനു പുറമെ ടൂറിസം മേഖലയുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിരവധി പദ്ധതികൾ ഈ കാലയളവിൽ നമുക്ക് ആരംഭിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അടിസ്ഥാന സൗകര്യ മേഖലയിൽ വിഭവം സമാഹരിച്ച് ധനസമാഹരണം നടത്തി കോടിക്കണക്കിന് രൂപയാണ് കേരളത്തിൻ്റെ എല്ലാ മേഖലകളിലും വികസനത്തിനു വേണ്ടി പണം നിക്ഷേപിക്കപ്പെടുന്നത്. കൂട്ടത്തിൽ പാറശാല മണ്ഡലത്തിലും ഈ സമഗ്രമായ മാറ്റത്തിന് ഫണ്ട് അനുവദിച്ചത് കിഫ്ബിയാണ്. ആ കിഫ്ബിയുടെ 25 വർഷം പൂർത്തീകരിക്കുന്ന ഈ വേളയിൽ കേരളത്തിൻ്റെ സാമൂഹ്യ മാറ്റത്തിന്, സാമൂഹ്യ വളർച്ചയ്ക്ക്, ഉൽപ്പാദന രംഗത്ത് ഉൽപ്പാദനക്ഷമത വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി ബൗദ്ധിക രംഗത്ത് ഒരു ജ്ഞാനസമൂഹത്തിലേക്ക് കേരളം മാറുമ്പോൾ ആ ജ്ഞാനസമൂഹമാക്കി പരിവർത്തിപ്പിക്കുന്നതിന് വേണ്ടി കേരളത്തിലെ ഇടതുപക്ഷ ഗവൺമെൻറ് സ്വീകരിക്കുന്ന എല്ലാ മേഖലയ്ക്കും കോടിക്കണക്കിന് രൂപ ഫണ്ട് തന്ന് സഹായിക്കുന്ന കിഫ്ബിയുടെ പ്രവർത്തനത്തെ ഞാൻ അനുമോദിക്കുന്നു. എല്ലാ നിലയിലും സമഗ്ര മാറ്റം വരുത്താൻ ലോകത്തെ വികസിത രാജ്യങ്ങളോടൊപ്പം, സ്കാൻഡിനേവിയൻ രാജ്യങ്ങളോടൊപ്പം സാമൂഹ്യ വളർച്ച കൈവരിക്കാൻ കഴിയുന്ന നിലയിലുള്ള സാമൂഹ്യ വികസനത്തിന് വലിയ തോതിൽ ഫണ്ട് വിനിയോഗിക്കുന്ന കിഫ്ബിയുടെ പ്രവർത്തനം ഇനിയും മെച്ചപ്പെടാൻ ഇടവരട്ടെ. 25 വർഷം പൂർത്തീകരിക്കുന്ന ഈ വേളയിൽ കിഫ്ബിക്ക് എല്ലാവിധ ആശംസകളും, കിഫ്ബിയുടെ പ്രവർത്തനങ്ങൾക്ക് എല്ലാവിധ പിന്തുണയും നൽകുന്ന വിവരം സന്തോഷപൂർവ്വം ഞാൻ അറിയിക്കുകയാണ്. രജത ജൂബിലിയിൽ കിഫ്ബി ഉറപ്പാക്കുന്നു ധനലഭ്യത, ഗുണനിലവാരം, സമയക്രമം.